guys, welcome back to Valas Vlogs. നമ്മൾ ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾ വീടൊക്കെ വെച്ചു. അതിന്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ ചിക്കൻ ആണ്. അപ്പോൾ ലെറ്റ്സ് മേക്ക് കുക്കർ ചിക്കൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കർ ചിക്കനിന് വേണ്ടിയുള്ള ചിക്കൻ. അപ്പോൾ ഇത് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക, മസാല ഒക്കെ തേച്ച് പിടിക്കാൻ വരഞ്ഞു കൊടുക്കുക. ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, മല്ലിച്ചപ്പ്, പുതിന, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ട് നന്നായി അരച്ച് വെച്ചതാണ് ഇത്. ഈ മസാല ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം. ഇപ്പോൾ നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രീസറിൻ്റെ ഉള്ളിൽ വയ്ക്കാം. എന്നാൽ പിന്നെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ടേക്ക് ഉള്ളി തക്കാളിക്ക് വാട്ടാം. ഉള്ളി അധികം വാടണ്ട. അപ്പം അതിലോട്ടേക്ക് നമ്മൾ തക്കാളിയും മല്ലിച്ചപ്പും ഇട്ട് അധികം വാടണ്ട, എന്നാലും നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കാരണം ചിക്കനിലോട്ട് നമ്മൾ ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഇതിലോട്ട് ഇടാൻ മതി. ഫ്രീസറിൽ നിന്ന് എടുത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് മസാല വെക്കാം. കുറച്ച് കൂടുതൽ നമ്മൾ മല്ലിച്ചപ്പും പുതിനയും വെക്കുന്നുണ്ട് കേട്ടോ. ഈ മസാല ഇട്ട് നമ്മൾ ചിക്കൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്യാം. മല്ലിച്ചപ്പും പുതിനയും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗം ഒന്നിനി തുന്നിക്കെട്ടാം. തുന്നി വൃത്തിയായി വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കുക്കറിലോട്ട് വയ്ക്കാം. ആദ്യം കുക്കറൊന്ന് ചൂടായിട്ട് അതിലോട്ടേക്ക് എണ്ണ വയ്ക്കാം. കുക്കറിൻ്റെ അടിയിൽ പിടിക്കാതെ വെക്കാനാണ്. ഈ 2 തരി കറിവേപ്പില അതിലോട്ടേക്ക് ഇടാം. അതിലോട്ടേക്ക് നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ മസാല നമുക്ക് അതിലോട്ടേക്ക് തന്നെ വെക്കാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചത്. ഇപ്പോൾ 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചട്ടിയിലോട്ടേക്ക് മാറ്റി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. ചിക്കൻ എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, അത് വെന്തതിനാൽ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിക്കൻ ഇട്ടിട്ടാണ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. 2 കറിവേപ്പില ഇട്ട് നെയ്യില് ആ ചിക്കൻ ഇട്ടുകൊണ്ട് ചട്ടിയിലോട്ടേക്ക് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് വെച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. അതൊന്ന് മറച്ചിട്ടപ്പോൾ എന്തൊരു മണമെന്നറിയും. നല്ല മണമുണ്ട്. ഇപ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നും. നമ്മുടെ കുക്കർ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല ഒക്കെ ഒന്ന് എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ചാറിനൊന്ന് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഞങ്ങൾ സപ്പോർട്ടും ചെയ്യുക.